ഞാൻ വീഡിയോ ഇടാൻ താമസിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യുണൈറ്റഡ് ഫാൻസ് ആണല്ലോ. അപ്പം പുതിയ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ഈവൻ മാച്ച് തോറ്റെങ്കിലും നമ്മുടെ കോച്ചിനെ സംരക്ഷിക്കണം, നമ്മുടെ പ്ലെയേഴ്സിനെ സംരക്ഷിക്കണം. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാത്തവരെ ബാക്കിയുള്ളവർ വന്ന് വലിച്ച് കീറും. അപ്പോൾ ആ പേടിയിൽ ഞാൻ ഇതിനുള്ള പോയിൻറ്റ്സ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരെയും അമോറിമിനെ സംരക്ഷിക്കാനും പ്ലെയേഴ്സിനെ സംരക്ഷിക്കാനും ഒക്കെയുള്ള ആ പോയിൻറ്റ്സ് കണ്ടെത്താനുള്ള ആ ഒരു തിരക്കിലായിരുന്നു. ആസ് യൂഷ്വൽ നമുക്ക് പ്ലെയേഴ്സ് ഇല്ല, നമ്മുടെ പ്ലെയേഴ്സ് ഇഞ്ചേർഡ് ആകുന്നു, ഓഫ് കോണിന് പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വൂൾഫ്സിന് എതിരെ നമ്മൾ ഓൾഡ് ട്രാഫോർഡിൽ സ്ട്രഗിൾ ചെയ്തതും തോറ്റു എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. സമനില എന്ന് പറയുന്നത്, വൂൾസിനെതിരെയുള്ള സമനില എന്ന് പറയുന്നത് ഈക്വൽ ടു തോൽവി. ഇതിനെ ഇനിയും എന്ത് പറഞ്ഞ് ന്യായീകരിക്കും എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ആൾക്കാർക്ക് എന്ത് പറഞ്ഞാലും അമോറിമിനെ സംരക്ഷിക്കണം, അമോറിമിനെതിരെ പറയുക എന്ന് പറയുന്നത് അമോറിമിനെ നമ്മളെന്നാ പറയുന്നത്, അമോറിമിൻ്റെ ട്രസ്റ്റ് ഇൻ പ്രോസസ്സിൽ നമ്മൾ വിശ്വസിക്കാത്തതിൻ്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അമോറിം കഴിഞ്ഞ ന്യൂകാസിലിനെതിരെയുള്ള മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ ബാക്ക് ഫോർ കളിപ്പിച്ചപ്പം നമുക്ക് കിട്ടിയ സ്റ്റെബിലിറ്റിയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ മാച്ചിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞതാണ്. അത് കണ്ടവർക്കൊക്കെ അറിയാം എന്ത് നല്ലതായിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതും ഡിഫെൻഡ് ചെയ്യുന്നതും ഒക്കെ എത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിട്ടും വളരെ ഭയങ്കര ഈസി ആയിട്ടായിരുന്നു ആ ഒരു ഗെയിം മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഫസ്റ്റ് ഹാഫിൽ ബാക്ക് ഫോർ കളിച്ചപ്പോഴത്തേക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളിക്ക് തല തിരിഞ്ഞു. ഇനിയിപ്പോൾ അതിപ്പം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ഇനി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ, എൻ്റെ ഫിലോസഫിക്ക് എതിരാണല്ലോ. അപ്പം ഞാൻ ഒരിക്കലും തിരുത്താൻ പാടില്ല, അത് ബൈ മിസ്റ്റേക്ക് സംഭവിച്ച ഒരു കാര്യമാണെന്നുള്ള രീതിയിലാക്കാനാണ് അമോറിം ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും പിന്നെയും ബാക്ക് ടു ബാക്ക് 3, അതും വൂൾഫ്സിനെതിരെ ഓൾഡ് ട്രാഫോർഡിൽ. നമ്മൾ പല കാര്യങ്ങളും പറയുമല്ലോ. നമ്മൾ ഇന്നലത്തെ മാച്ചിൽ നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. സെസ്കോയ്ക്ക് 3-4 ഹെഡർ സെസ്കോ മിസ് ചെയ്തു. സെസ്കോ മിസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കസമീറോ കൊടുത്ത ചാൻസ് ഒക്കെ എന്ന് പറയുന്നത് സെസ്കോ മോശമാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര കണ്ടുകൊണ്ട് ഈ പ്ലെയേഴ്സിനെയും കോച്ചിനെയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേയും ചാൻസസ് മിസ് ചെയ്തിട്ടുണ്ട്. പ്ലെയേഴ്സ് എല്ലാവരും ബാക്കിയുള്ള നമ്മുടെ ഫുൾ ടൈം അവൈലബിൾ ആയിരുന്ന സമയത്തൊക്കെ ഓൾഡ് ട്രാഫോർഡിൽ ബോൺമൂത്തിനെതിരെയും അതുപോലെ തന്നെ വെസ്റ്റ് ഹാമിനെതിരെയും ഒക്കെ പോയിട്ട് നമ്മൾ സമനില പിടിച്ചതും, എവർട്ടണിനെതിരെ 10 പ്ലെയേഴ്സുമായിട്ട് കളിച്ച എവർട്ടണിനെതിരെ നമ്മൾ ഓൾഡ് ട്രാഫോർഡിൽ തോറ്റ ചരിത്രം ഒക്കെ ഉണ്ട്. അതൊന്നും ഒത്തിരി നാളായിട്ടുള്ള കാര്യങ്ങളല്ല, ഈ അടുത്തുള്ള കാര്യങ്ങളാണ് അമോറിമിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അമോറിമിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇൻ ഗെയിം മാനേജ്മെൻറ്റ്, ഇന്നലെയും അതുപോലെ തന്നെ ന്യൂകാസിലിനെതിരെയുള്ള മാച്ചിലുള്ള ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾ ജയിക്കണം എന്ന് നിൽക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നിട്ട് കുറേ കൂടെ ഡിഫെൻസീവായിട്ടുള്ള പ്ലെയേഴ്സിനാണ്, ഒഫെൻസീവായിട്ടുള്ള പ്ലെയേഴ്സിനെ വലിച്ചിട്ട് കുറച്ചുകൂടെ ഡിഫെൻസീവായിട്ട് ഉള്ള പ്ലെയേഴ്സിനെയാണ് കൊണ്ടുവരുന്നത്. അവരെ കൊണ്ടുവന്നിട്ട് അവരെ അറ്റാക്കിലോട്ട് ത്രോ ചെയ്യുക. പോടാ മക്കളെ, പോയി അറ്റാക്ക് ചെയ്യുക, ഗോൾ അടിക്കുക. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ കോച്ചിനെയും പ്ലെയേഴ്സിനെയും ഒക്കെ നമ്മൾ കുറ്റം പറയുമ്പോഴും യാതൊരു കുറ്റവും പ്രഷറും ഒന്നുമില്ലാതെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ ഓണേഴ്സ്. നമ്മളെല്ലാ സൈഡിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓണേഴ്സ്, ഗ്ലേസേഴ്സിൻ്റെ ആ ഒരു പൊസിഷനിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും മാറ്റങ്ങൾ വരുത്തി. ആരും ഗ്ലേസേഴ്സിനെതിരെയോ ഇനിയോസിനെതിരെയോ സംസാരിക്കാൻ ഒരു മനുഷ്യൻ മുന്നോട്ട് വരുന്നില്ല. നിങ്ങൾ നോക്കിയോ, ഇംഗ്ലീഷ് മീഡിയ കൂടുതലും, പ്രത്യേകിച്ച് ഇനിയോസും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇംഗ്ലണ്ടുകാരാണല്ലോ ഇപ്പം യുണൈറ്റഡ് റൺ ചെയ്യുന്നത്. അതായത് യുണൈറ്റഡിൻ്റെ ഫുട്ബോളിംഗ് സൈഡ് റൺ ചെയ്യുന്നത് ഇംഗ്ലണ്ടുകാരാണല്ലോ. അപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതുവരെയുള്ള അവരുടെ ഫുട്ബോളിംഗ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അവർക്ക് ഫുട്ബോൾ ക്ലബ്ബ് റൺ ചെയ്യാനോ അല്ലെങ്കിൽ മര്യാദക്കുള്ള ഫുട്ബോളിംഗ് ഡിസിഷൻസ് നടത്താൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ടെൻ ഹാഗിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ, അമോറിമിൻ്റെ അപ്പോയിൻമെൻറ്റ്, ആഷ്ഫർത്തിൻ്റെ സാക്കിങ്, ഫൈനാൻഷ്യലി നമ്മുടെ ക്ലബിനെ തകർത്ത് വെച്ചിരിക്കുകയാണ് ഗ്ലേസേഴ്സൊക്കെ. നമ്മുടെ പല സൈനിങ്സും ഇപ്പം നമുക്ക് കാശുണ്ട്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഞാൻ ക്രെഡിറ്റ് ഫെസിലിറ്റി വെച്ചുകൊണ്ട്, ക്രെഡിറ്റ് ഫെസിലിറ്റിയിലുണ്ടായിരുന്ന ഒരു 350 മില്യൺ പൗണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ 290 മില്യൺ പൗണ്ട്സും യുണൈറ്റഡ് ആ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിയിൽ നിന്ന് കടമെടുത്തിട്ടാണ് പല സൈനിങ്സും നടത്തുന്നത്.
അതിലും ആ സൈനിങ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കിയാൽ ഇപ്പം പല ഇൻസ്റ്റാൾമെൻ്റായിട്ട് പല സീസണിലായിട്ട് അല്ലെങ്കിൽ പല സീസണിലായിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ കാശുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാശ് അങ്ങനെ കൊടുക്കുമ്പോഴത്തേനും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് യുണൈറ്റഡിന് 340 മില്യൺ പൗണ്ട്സ് കടമുണ്ട് പ്ലെയേഴ്സിനെ വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ ഇനിയും തിരിച്ച് കൊടുക്കാൻ വേണ്ടി പല ക്ലബ്ബുകൾക്ക്. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ഫൈനാൻഷ്യലി ഭയങ്കര മോശം സ്ഥിതിയിലാണ്. ഇതിൻ്റെയൊക്കെ മെയിൻ കാരണക്കാർ നമ്മുടെ ഓണേഴ്സാണ്. നമ്മളെപ്പോഴും ഈ നമ്മുടെ അടിവേര് തകർത്താണ് ഇവന്മാർ നിൽക്കുന്നത്. ഈ എന്നാ പറയുന്നത്, ഈ ഗ്ലേസേഴ്സ് ഇരിക്കുന്നത്. അവന്മാർ മാറാതെ ക്ലബ്ബ് രക്ഷപ്പെടത്തില്ല. ഇന്നലെ ഹാഫ് ടൈമിലായാലും ഫുൾ ടൈമിലായാലും ഒക്കെ ഓൾഡ് ട്രാഫോർഡ് ബൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൂസ് കിട്ടുന്നത് കൂടുതലും പ്ലെയേഴ്സിനും കോച്ചിനുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യുണൈറ്റഡിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേനും നമ്മൾ ഏറ്റവും ബേസ്മെൻറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള പ്രശ്നം, ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രശ്നം, ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം നമ്മുടെ ഓണേഴ്സ്, ഗ്ലേസേഴ്സ്, അവരിൽ നിന്ന് വേണം നമ്മുടെ ആ ഒരു റീസെറ്റ് തുടങ്ങാനായിട്ട്. അവിടെ നിന്ന് തുടങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബ് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ ക്ലബ്ബ് ഏതായാലും നമ്മുടെയൊക്കെ പ്രതീക്ഷയായിരുന്നല്ലോ ഈ സീസണിൽ നമ്മൾ ടോപ്പ് 4 ഫിനിഷ് ചെയ്യും, യൂറോപ്യൻ ഫുട്ബോൾ കിട്ടും, അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫണ്ട്സ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, FFP ഒക്കെ നമുക്ക് മറികടക്കാൻ പറ്റും. ഏതായാലും 1 ബില്യന് മുകളിൽ കടമായിട്ടുണ്ട് ഇപ്പം തന്നെ. ഈ പ്ലെയേഴ്സിൻ്റെ സെല്ലിങ്ങും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന പ്ലെയേഴ്സിൻ്റെ ബൈയിങ്ങും അതുപോലെ തന്നെ ഈ എന്നാ പറയുന്നത് നമ്മുടെ മുകളിൽ ഗ്ലേസേഴ്സ് വെച്ചിരിക്കുന്ന കടവും അതിൻ്റെ പലിശയും എല്ലാം കൂടെ ചേർന്നപ്പോൾ 1 ബില്യന് മുകളിൽ ആയിട്ടുണ്ട്. 1 ബില്യൺ പൗണ്ട്സിന് മുകളിൽ. നമുക്ക് ആ ഒരു ടോപ്പ് 4 പൊസിഷൻസിൽ 4th സ്പോട്ടായിരുന്നു ആ പാടെ നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട്. അതും കണ്ടോ, ലിവർപൂളിൻ്റെ അടുത്ത മാച്ച് ജയിച്ച് 5 പോയിൻ്റ് വ്യത്യാസമാക്കി തരും. മൂന്നാമതുള്ള ആസ്റ്റൺ വില്ലയായിട്ട് 8-9 പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. എവിടെ പോയി പിടിക്കാനായിട്ട്? ചെൽസിയുടെ കാര്യം ചെൽസിയുടെ തല എപ്പം വേണമെങ്കിൽ തിരിച്ച് തിരിയാം. ഇപ്പം എന്താ ഇങ്ങനെ ഇരിക്കുന്ന തല ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവന്മാർ ഫോമിലാവും, അവന്മാരെ പിടിച്ചാൽ കിട്ടത്തില്ലാത്ത അവസ്ഥയാവും. എനിക്കറിയത്തില്ല ഇപ്പോഴും അമോറിമിനെയും ക്ലബിനെയൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാച്ചിനെ എന്നാ പറയുന്നത്, ഓരോ പ്ലെയേഴ്സിനെയൊക്കെ എടുത്ത് പറയുന്നത് എനിക്ക് വേസ്റ്റ് ഓഫ് ടൈമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ പല മാച്ചിൻ്റെ റിവ്യൂവിൽ നമ്മൾ പറയാറുണ്ട്, പ്ലെയേഴ്സിനെയൊക്കെ വലിച്ചു കയറാറുണ്ട്. അത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് എനിക്ക് നല്ല രീതിയിൽ ബോധ്യമായി. നമ്മുടെ ക്ലബിന് റീസെറ്റ്, അടിമുടിയുള്ള റീസെറ്റാണ് വേണ്ട, എന്നാൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. ഇന്നലത്തെ മാച്ച് കണ്ടവർക്കൊക്കെ അറിയാം, ആ ഒരു മാച്ച് കാണുമ്പോൾ പ്രീമിയർ ലീഗ് മാച്ച് കാണുന്നൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു ഇൻറ്റൻസിറ്റി അഗ്രഷനും ഒന്നുമില്ല മാച്ചിൽ. നമ്മുടെ ഇൻറ്റൻസിറ്റിയും അഗ്രഷനും ആ ഒരു ജയിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹവും ത്വരയൊക്കെ വരുന്ന ഏത് സമയത്താണെന്ന് അറിയാം. നമ്മൾ ആ ഒരു 88-89 മിനിറ്റ് കഴിയുമ്പോഴത്തേനും എല്ലാവരും ഓൾ ഔട്ട് അറ്റാക്ക്, ഭയങ്കര ഇൻറ്റൻസിറ്റിയും ആ ഒരു അറ്റാക്ക് ചെയ്യണം, ഗോൾ അടിക്കണം എന്നുള്ള ആ ഒരു വിചാരമൊക്കെ 87-88 മിനിറ്റ് കഴിയുമ്പോഴത്തേനും മാരക അറ്റാക്ക്, ഭയങ്കര ഇൻറ്റൻസിറ്റിയാണ്. അതുവരെ ഇതൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ആ ഒരു ന്യൂകാസലിനെതിരെയുള്ള മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വൂൾസ്, ബേൺലി, ലീഡ്സ്, ഇപ്പോൾ ഈ 3 എന്താണ് നമുക്ക് ജയിക്കാൻ പറ്റുന്ന മാച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന മാച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ടീമൊക്കെ കുറേ കൂടെ സ്ട്രോങ്ങർ ആകും. എന്നാ പറയുന്നത്, മാൻ സിറ്റി, അപ്പോൾ അങ്ങനത്തെ മാൻ സിറ്റി, ആർസണലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ടീം സ്ട്രോങ്ങർ ആകും, പല ഇൻജേർഡ് പ്ലേയേഴ്സും തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് 4 എത്തിപ്പെടാനുള്ള നല്ല അവസരമാണെന്നൊക്കെ പറഞ്ഞാൽ, ഇനിയിപ്പം വൂൾസിനെതിരെ തോറ്റു നിൽക്കുന്ന നമ്മുടെ ടീം ഇനിയും ബേൺലിയെ തോപ്പിക്കും അല്ലെങ്കിൽ ലീഡ്സിനെ തോപ്പിക്കും എന്നൊക്കെ, അതും എവേ ഗെയിം, ലീഡ്സ് എവേ ഗെയിം തോപ്പിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷ എനിക്ക് വെക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഇപ്പം. അപ്പം ഇതൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഗതികെട്ട കാലം തുടങ്ങാൻ പോയി. ഇവന്മാരുടെ ഈ ഒരു 1-2 മാച്ച് കഴിയുമ്പോഴത്തേനും മാൻ സിറ്റി, ആർസണൽ, ടോട്ടൻഹാം, വെസ്റ്റ് ഹാം, പട മാച്ചസ് വരാൻ വേണ്ടി പോവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നഭിന്നം കമൻസായിട്ട് ഇടുക. ബൈ.